ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐലൻഡ് ടു മീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് വരെ എപ്പോഴും ഒരു നട്ടോട്ടത്തിലാണ്. അപ്പോൾ കുറേ വർക്ക് ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ മോർണിംഗ് റുട്ടീൻ അങ്ങനെയൊന്നുമല്ല, മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഞാൻ അത് കാണിക്കാമെന്ന് വെച്ചു ഇന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഓക്കെ, എപ്പോഴും ഓഫീസ് വരെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ ഓരോരോ വർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ആയിട്ട് ഇവിടെ കണ്ട അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്, അതൊന്ന് എടുക്കണം. പിന്നെ നമ്മൾ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ വെയിൽ കൊള്ളിക്കാൻ, അത് എടുത്ത് എന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് എടുത്ത് വെച്ചതാണ്, അത് എടുത്ത് തിരിച്ചു കയറ്റണം. പിന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചത്, റെമിൻ കളിച്ചിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. അങ്ങനത്തെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചണിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിൽ മേക്കിങ്ങിൻ്റെ. അത് ഒന്ന് കുപ്പിയിലേക്ക് ആക്കണം. അപ്പോൾ കിച്ചണിലേക്ക് പോകാം. ഞാൻ ചായ ഉണ്ടാക്കാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ചായ കലക്കാനുള്ള സംഭവം അതും മടി കാരണം ഇവിടെ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ വൈകിട്ട് ഞാൻ പോയത്. എന്താണെന്ന് വെച്ചാൽ റെമിനെ ഇൻഡോറിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയതാണ്. അപ്പോൾ മറന്നുപോയി. പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാം മെയിൻ പരിപാടി ഇവിടെ, ഇതിപ്പോൾ ഒരു വർക്ക് ഏരിയയാണ്. ഇവിടെ മഴ ആയതുകൊണ്ട് ഇവിടെ അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉണങ്ങിയതൊക്കെ അത് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് ബെഡ്ഷീറ്റ് വിരിക്കണം. ആ ബെഡ്ഷീറ്റാണ് കഴുകിയിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ പരിപാടികൾ. പിന്നെ നമ്മുടെ കിച്ചണിലും ഞാൻ ഇന്നലെ ഫുൾ ഒരു ഭയങ്കര മടി ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കഴുകാനും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ചായ തിളച്ച് മറിയുന്നു. കട്ടനാണ്. വീഡിയോ ആണ് നാട്ടുകാർ മൊത്തം കാണണ്ടല്ല, പുള്ളിയും മാത്രം കാണും. അങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തൊപ്പി തിരിച്ചിട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായില്ലേ അവിടെ കുറച്ച് മറ്റേ ചവറൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ചെയ്യട്ടെ. അതിന് മുമ്പ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ കുറേ നാളായിട്ട് വെയിൽ തന്നെയാണല്ലോ. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഈ ലൈറ്റ് വരുന്നത് ഇവിടെ ട്രാൻസ്പാരൻസി ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റത് മുതൽ വൈകിട്ട് വരെ ഈ ഒരു പരിസരത്ത് നല്ല ലൈറ്റിംഗ് ആയിരിക്കും. ഞാൻ ഇതിലേക്ക് വന്നു. നമ്മൾ കുറേ നാളായിട്ട് വെയിലായതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഓക്കെ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പഴുത്തൊരു സംഭവമാണ്, പഴുത്തിട്ടുണ്ട്. പഴുത്തതാണോന്നറിയില്ല. അപ്പം അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചിട്ടെ, ഇന്നലെ വന്നപ്പോൾ കണ്ടതാണ്. ഇന്നലെ ഞാൻ ശംഖുപുഷ്പം കുറച്ച് പറിച്ചെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, നമ്മളിങ്ങനെ നോക്കാണ്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലതൊക്കെ ഉണ്ടോ. പിന്നെ കുറേ പയറൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പടർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും കാണും, നമുക്ക് കാണില്ല. നമുക്ക് കാണാണ്ട് വിട്ടുപോയത് കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ശംഖുപുഷ്പം ഇപ്പോൾ കുറേ നാളായിട്ട് കളക്ട് ചെയ്യുവാണ്. മറ്റൊരു ഹെർബൽ ടീ പരിപാടി ഉണ്ട്, അതിന് വേണ്ടി ഞാൻ കുറച്ച് ശംഖുപുഷ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, സാധനമുണ്ട്.
അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാം. ഓക്കെ, 3 കിട്ടി. ഓക്കെ, ഓരോ ദിവസവും കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വയ്ക്കും. എന്നിട്ട് ഇതൊക്കെ ഉണക്കാമെന്ന് വെച്ചു. ഇവിടെ ഉണ്ട് കുറേ. ഞാനതൊക്കെ പറിച്ചെടുക്കട്ടെ. ബീൻസൊക്കെ ഇല്ല. ബീൻസ് ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ബീൻസൊക്കെ ഇങ്ങനെ ഉണങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഇത് ഉണങ്ങി സീഡിനായിട്ടുണ്ട്. അപ്പം അതൊക്കെ സീഡിന് എടുക്കാമെന്ന് വെച്ചു. പിന്നെ സീഡിന് എടുക്കാനുള്ള കുറേ ഉണ്ട്. ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. ഇനി റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു പാവയ്ക്ക ഇവിടെ കാണാത്ത ഇതിൽ ഒന്ന് മിസ്സായതേ. ഇവിടെ പഴുത്തിട്ടുണ്ട്. ഞാൻ അതും പറിച്ചെടുക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ചുറ്റിലും മരങ്ങളാണ്. കടച്ചക്കയുണ്ട്, പിന്നെ സപ്പോട്ട, പിന്നെ അതേപോലെ ചാമ്പയ്ക്ക വലിയ മരമാണ്. നമ്മുടെ ചെറിയ ചാമ്പയ്ക്ക പോലൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇല കൊഴിയുന്ന സീസൺ ഏതാണ്ട് ഒരേ ടൈമിലാണ്. അപ്പോൾ ഡെയിലി അടിച്ചു വാരേണ്ട ഒരു കാര്യം വരും. ഇനി ഡെയിലി ചെയ്തില്ലെങ്കിൽ എന്നും ഇതുവരെ അടിക്കാത്തൊരു മുറ്റം പോലെ ഇരിക്കുന്നതും കാണാം. അപ്പോൾ എനിക്ക് പലപ്പോഴും ഡെയിലി ഒന്നും ചെയ്യാനൊന്നും പറ്റാറില്ല കേട്ടോ. ഞാൻ ഈ കാര്യത്തിന് ഭയങ്കര മടിയെന്ന് വെച്ചാൽ മറ്റു പല പണിയിലും ഇത് വിട്ടുപോകും. അങ്ങനെ ഇന്നെന്തായാലും ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മുമ്പ് ആദ്യം ചെയ്യുന്നത് ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചോറ് കുക്കറിന് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. പലതും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലും ചെയ്യും. ഒന്നുകിൽ വാഷ് ചെയ്യാൻ എന്തെങ്കിലും ഇടാൻ പോവും, അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. ഞങ്ങളുടെ ഇവിടെ ഇത് കുത്തിയ മീൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കടലിൻ്റെ അടിയിൽ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് വരും മീൻ. നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ മീൻ. അപ്പോൾ ലഗൂൺ ഫിഷാണ്. അങ്ങനെ കിട്ടിയ ഒരു മീനാണ് ഇത് കണ്ടപാടെ തന്നെ ഗ്രില്ല് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഇതിൻ്റെ. മാത്രമല്ല ഇത് പൊതുവേ നമുക്ക് വാങ്ങുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് തരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായില്ല, അവർ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു മൺസൂൺ ടൈമിൽ നമുക്ക് മീനൊക്കെ അധികം കിട്ടാറില്ല. അപ്പോൾ കിട്ടിയ ടൈമിൽ അത് എന്തായാലും മേടിച്ച് വെച്ചു. പക്ഷേ ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര കുറേ പണിയെടുത്തു. എൻ്റെ ഒരു രാവിലത്തെ കുറേ സമയം കളഞ്ഞത് ഇതിൻ്റെ പിന്നാലെ ഇരുന്നിട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കേട്ടോ. പക്ഷേ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര എളുപ്പമാണ്. പൊതുവെ ഉമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പാവം. അങ്ങനെ ഞാൻ കുറേ സമയം മസിലൊക്കെ പിടിച്ചിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ. പക്ഷെ അത്രയും സിമ്പിളൊന്നും അല്ല. ഇതിൻ്റെ തലയൊക്കെ ഭയങ്കര ഹാർഡാണ്. അത് പെട്ടെന്നൊന്നും എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ടായില്ല. എന്ന് വെച്ചാൽ തല എടുക്കാണ്ടിരിക്കാനും പറ്റില്ല. കാര്യം ഗ്രില്ല് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തല ഇല്ലെങ്കിൽ ഒരു ഭംഗിയില്ലല്ലോ. അങ്ങനെ എന്തായാലും തല കളഞ്ഞിട്ടേ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് തല കുറേ ട്രൈ ചെയ്തു കുറേ സമയത്തേക്ക്. ഒരുവിധം സൈസാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് എന്നിട്ട് അടുത്ത പണി പാത്രം കഴുകലായിരുന്നേ. ഇങ്ങനെ മീനോ ചിക്കനോ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന പരിപാടി ഞാൻ മാറ്റി വയ്ക്കും. കാര്യം കൈ എന്തായാലും സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ പാത്രം കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലും കൂടി പോകുമല്ലോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പാത്രങ്ങൾ കുറച്ച് അധികമാണ്. എപ്പോഴും കൂടുതലുണ്ടാവും. സ്ലാബ് നിറയെ പാത്രങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വർക്ക് കഴിയുമ്പോഴത്തേക്ക് ഒരു 100 പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ ഞാനും അമ്മീനെയാണ് കിച്ചണിലാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും വളരെ മിനിമലായിട്ടാണ് പാത്രം യൂസ് ചെയ്യാറ്. അപ്പോൾ ഉമ്മയ്ക്ക് കുറേ പാത്രം കാണണം. അങ്ങനെ എപ്പോഴും എൻ്റെ പണി പണ്ട് മുതൽ ഈ പാത്രം കഴുകലാണ്. കൂടുതലും ഞാനെപ്പോഴും പാത്രം കഴുകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ മാത്രമല്ല, എനിക്ക് ഈ പാത്രം കഴുകുന്നത് വലിയ മടുപ്പില്ലാത്ത ഒരു ജോലിയാണ്. ഞാനിങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി സ്കൂൾ ടൈം മുതലേ പാത്രം കഴുകി ഹെൽപ്പ് ചെയ്യുന്നത് ഞാനായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇന്ന് സംഭവം പറഞ്ഞാൽ മറ്റു ദിവസത്തെക്കാളും കുറച്ചധികം പണിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള
തോരനൊക്കെ വെക്കാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടും എല്ലാ പച്ചക്കറിയും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനിൻ്റെ ഒരു ചെറിയ മീനുണ്ടായിരുന്നു, അങ്ങനെ അതിൽ ഒരു 2-3 മീൻ എടുത്തിട്ട് മറ്റ് വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചുമ്മാ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എയർ ഫ്രയറിൽ വെക്കാനാണ്. അപ്പോൾ ആ ഒരു ഫിഷ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസും കുക്കാവുമല്ലോ. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് മീനും കിട്ടും പച്ചക്കറിയും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 പീസ് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഓയിലിൽ തന്നെ ഇത് കുക്കായി കിട്ടുമല്ലോ. പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കാൻ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തത് 2 മുട്ട, പിന്നെ ഒരു 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ഇത് ഗീയിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്, മുട്ടയും ഗീയിൽ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് എൻ്റെ യൂഷ്വൽ സ്പോട്ടിലേക്ക് വന്നു. സോ ഇത്രയാണ്. കുറേ ഞാൻ രാവിലെ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടിയും ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും മാക്സിമം ഓടി നടന്ന് കഴിഞ്ഞു. ലേറ്റായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എണ്ണ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കുളിച്ചിട്ട് ഒക്കെ വേഗം ഓഫീസിലേക്ക് പോകട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഞാനിങ്ങനെ ഈ ഓഫീസിലേക്ക് പോകാൻ മുമ്പുള്ള ഒരു ഓട്ടം ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ വേഗം പോട്ടെ. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.